ലാഹോറിലെ അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇപ്പോൾ ഒരു തീപിടുത്തമുണ്ട്. അതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നു. അവിടുത്തെ പാക് ആർമിയുടെ വിമാനത്തിൻ്റെ ഒരു ടയറിന് തീ പിടിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തായാലും ആ എയർപോർട്ട് വഴിയുള്ള വിമാന സർവീസുകളെല്ലാം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഈ പുതിയ പശ്ചാത്തലത്തിൽ ആ തീപിടുത്തത്തിന് പാകിസ്ഥാനിലെ ജനങ്ങളും എല്ലാവരും, ഈവൻ പുറം ലോകം പോലും ഇത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും ഈ തീപിടുത്തം ഉണ്ടായതെന്നുള്ള സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതല്ല എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, ടയർ കത്തിയാണെന്ന് പറയുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ലാഹോറിൽ ഈ ഒരു തീപിടുത്തം ആഗോള ശ്രദ്ധയിലേക്ക് വന്നു എന്നുള്ളതാണ്. തുടർന്നിട്ട് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസൊക്കെ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതിന് വരെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് മാത്രമാണ് അവർക്ക് അവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആഭ്യന്തര സർവീസ് മാത്രം കുറച്ച് പേരിന് വേണ്ടി പുനരാരംഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സംഗതി ആഗോള ശ്രദ്ധയിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രയും ഒരു നിസ്സാര പ്രവൃത്തികൾക്കൊക്കെ ഇന്ത്യ പോകുമോ, അങ്ങനെ പോകാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ അപ്പോഴും ഈ വിദഗ്ധർ പറയുന്നത് ഈ പാകിസ്ഥാൻ നേരിടുന്ന അവസ്ഥയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ തീപിടുത്തം എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ്റെ പക്കൽ ഇപ്പം ഫോറിൻ റിസർവ് എന്ന് പറഞ്ഞ സാധനം വളരെ ഒരു നിത്യവൃത്തിക്ക് പോലും ആവശ്യമായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും ഉള്ള ഒരു ഫോറിൻ റിസർവ് അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള സംഗതികളിൽ, അതേപോലെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സംഗതികളിൽ ഒക്കെ തന്നെ പാകിസ്ഥാൻ അത് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ട് ആകാൻ സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാനിലുള്ളവർ പോലും ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനെ വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ സംയമനത്തോടുകൂടി ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും, നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ഇത്തരം സന്ദർഭത്തിൽ പ്രവർത്തിക്കാൻ. നിങ്ങൾ ഈ പഹൽഗാം സംഭവത്തെ നിങ്ങൾ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ദുരന്തങ്ങളെ സൃഷ്ടിച്ചു വരുന്നതുകൊണ്ട് സൗദി അറേബ്യ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം അവിടെ ആഭ്യന്തരമായിട്ട്, ഇതാണ് പറഞ്ഞത്, ആഭ്യന്തരമായിട്ട് ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും അധികം തകർന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നത്. അതായത് ആഭ്യന്തരമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ, അവർക്ക് പരിപാലിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ലാഹോർ വിമാനത്താവളത്തിലെ ഈ തീപിടുത്തം വിളിച്ചറിയിക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെൻഷൻ നിൽക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അതിലേക്കുള്ള വിമാന സർവീസും പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. അപ്പോൾ ഈ നിർത്തിവെച്ചത് കൊണ്ട് തന്നെ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്ത്യയിലെ വിമാനങ്ങളൊക്കെ തന്നെ പാക് വ്യോമാതിർത്തിയിലൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ കുറച്ച് നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇതിനകത്ത് പങ്കുണ്ടോയെന്നൊക്കെ ചിന്തിക്കും. ഒപ്പം തന്നെ ഇറാനിലും വലിയൊരു തീപിടുത്തത്തിൻ്റെ വാർത്തകളൊക്കെ പറയുന്നത് മൊത്തത്തിൽ ഈ അന്തരീക്ഷം അത്ര സുഖകരമല്ല എന്ന് പറയേണ്ടി വരും ലോകത്തിൽ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ ഇറാനിലെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ 400-500 ആൾക്കാർക്ക് പരിക്ക് പറ്റി. അവിടെ ധാരാളമായിട്ട് ആകാശത്തേക്ക് ഇറാനിൽ ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനം എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലും ഇപ്പൊ US ആണോ, ഇപ്പൊ US ഇറാനെ ആക്രമിക്കും എന്ന് ഈ പറഞ്ഞ ഒരു ഉപാധിയോടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ ഈ ഒരു സ്ഫോടനത്തിന്റെ പിന്നിൽ അമേരിക്കയുടെ കൈകൾ ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാനും തള്ളിക്കളയാനും പറ്റാത്ത സാഹചര്യത്തിലാണെന്നാണ് പറയപ്പെടുന്ന സാധനം. അത് മാത്രമല്ല, ഈ ഇറാന്റെ അവസ്ഥയും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ അവസ്ഥയുടെ സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്, അല്ലേ? അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട പോർട്ടലാണ്, അബ്ബാസ് പോർട്ടലാണ് ഇപ്പൊ ഈ തീപിടുത്തം ഉണ്ടായി. ഈ തീപിടുത്തമല്ല, അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിഭീകരമായ സ്ഫോടനമാണ് ഉണ്ടായെന്നാണ്
പറയുന്നത്. ബന്ദർ അബ്ബാസ് പോർട്ട് അതിലവിടെ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ അമേരിക്കയ്ക്കെതിരെ ഞങ്ങൾ നിലപാട് കടുപ്പിക്കുന്നുവെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞു. അന്ന് അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് കേട്ട് ഒരു ഉടമ്പടിക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ അറ്റാക്ക് നടത്തും, ഒരു യുദ്ധം പ്രതീക്ഷിക്കുമെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്ന് ഈ കശ്മീരിൽ കുറച്ച് പേര് തീവ്രവാദികൾ പ്രശ്നം ഉണ്ടാക്കി, അത് പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത ആൾക്കാരാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ രണ്ടിടത്തും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. രണ്ടും എയർപോർട്ടും ഒന്ന് പോർട്ടുമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും തീപിടുത്തം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള സ്ഥലങ്ങളാണ്. മാത്രമല്ല ഈ പോർട്ടിലേക്കൊന്നും അറ്റാക്ക് നടത്തരുതെന്ന് അന്ന് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ അമേരിക്ക ഈ ഇസ്രായേലിനൊക്കെ നിർദ്ദേശം നൽകിയതാണ്. അതുപോലൊരു പോർട്ടിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്നു. ഇനി ഇപ്പുറത്ത് ഞങ്ങളല്ല ഈ യുദ്ധത്തിന് പിന്നെ അല്ല ആക്രമണത്തിന് പിന്നിലെന്ന് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന വ്യക്തമാക്കി. ഇതിനെ ഉടനെ തന്നെ ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേനകളൊക്കെ സജ്ജമാണെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഒടുവിൽ ഒരു വിമാനത്തിൻ്റെ, അതും പാക് എയർഫോഴ്സിൻ്റെ വിമാനത്തിൻ്റെ ടയറിന് തീ പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ലോകത്ത് വേണമെങ്കിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമായോ എന്ന് ആളുകൾ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ അല്ലേ? തെറ്റു പറയാൻ പറ്റില്ല. മാത്രമല്ല നമ്മുടെ ഈ ഒരു ചെറിയൊരു പ്രദേശം നോക്കുക, ഈ നമ്മുടെ ഏഷ്യൻ പ്രദേശം നോക്കുക. ഉദാഹരണത്തിന് നമ്മളുടെ ഇന്ത്യ പാക് ടെൻഷൻ, പാകിസ്ഥാനിലെ അവസ്ഥ, അതേപോലെ തന്നെ പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വാനിലുള്ള ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും. അതോടൊപ്പം തന്നെ സമീപത്താണ് ഇറാൻ. വളരെ അടുത്താണ്. ഇറാനിലാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇറാനിലാണ് ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളെ തകർക്കും അല്ലെങ്കിൽ ആയുധം പിന്നെ ആക്രമിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാനിലെ അവസ്ഥയും ഈ പാകിസ്ഥാനിലെ സമാനമായ അവസ്ഥയാണ്. ഇറാനിലെ ഖമേനിയും മറ്റേ അദ്ദേഹം പ്രസിഡന്റ് പെസഷ്കിയും രണ്ട് തട്ടിലാണ്. പെസഷ്കിക്ക് ഈ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് സഹകരിച്ച് സാങ്ഷൻസ് പിൻവലിച്ച് രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം, സാങ്കേതികമായിട്ട് മുന്നേറ്റം നടത്തണമെന്നൊക്കെയാണ് ഈ പെസഷ്കിയുടെ താല്പര്യം. പക്ഷേ ഖമേനി അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഇപ്പൊ ഗതി കെട്ടിട്ടാണ് പെസഷ്കിയുടെ ഈ പിന്നെ ഒരു ഇനിഷ്യേറ്റീവില് ഇപ്പം ഈ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ആ ചർച്ചയിൽ ഏകദേശം ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു തുടർച്ച തന്നെ ഒരു പുരോഗതിയാണ് കാണിക്കുന്നത് സാർ. അതെ അതെ. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ ഇതെല്ലാം ഉറ്റുനോക്കുന്ന സമയത്ത് തന്നെ ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മേഖലയിലൊക്കെ വെടിവെപ്പൊക്കെ ഉണ്ടായി എന്നതിൻ്റെ വാർത്തകൾ സ്ഥിരീകരിക്കാത്തതാണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഇന്ത്യ ആയിരിക്കാം, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തതായിരിക്കാം. ഇനി POKയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ തയ്യാറായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ലാഹോറിൽ ഈ എയർപോർട്ടിൽ പുക കാണുന്നു. എല്ലായിടത്തും കാണുന്നത് വലിയ പുകച്ചുരുളുകൾ മാത്രമാണ്. നമ്മൾ തുടക്കത്തിലാണ് ഇത് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ശരിയായ വിവരം വരും. പക്ഷേ ഇത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു വല്ലാത്ത ഈ പൊട്ടിത്തെറിയുടെ ഒരു വക്കിലെത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം നമ്മൾ ഈ ഇവിടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സാധനം. ഇപ്പം പിന്നെ ഒരു യുദ്ധാന്തരീക്ഷം. ഇപ്പം സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ ഒരു 3ാം യുദ്ധ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അതിനിടയ്ക്ക് അമേരിക്ക നാറ്റോയിൽ നിന്നാണ്ട് പിന്മാറിയ പോലെയാണ്, ഔദ്യോഗികമായിട്ട് പിന്മാറിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ പ്രത്യേകമായിട്ട് മാറുന്നു. അവരവരുടെ ഡിഫൻസ് ചെലവ് വർദ്ധിപ്പിക്കുന്നു. ബ്രിട്ടൻ സ്വന്തം നിലയിൽ ഇത് വർദ്ധിപ്പിക്കുന്നു. ചൈന വേറൊരു ചേരിയിലേക്ക് വ്യാപാര യുദ്ധത്തെ തുടർന്ന് മാറുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഇസ്രയേലിലും ഗാസയിലും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ലോക അന്തരീക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു ഭാഗികമായ സ്ഥലങ്ങളിലെ പിന്നെ പകുതി സ്ഥലങ്ങളിൽ യുദ്ധവും മറ്റു സ്ഥലങ്ങളിൽ യുദ്ധ അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു ഗ്ലോബൽ സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ നാറ്റോയിൽ ഈ USSR വിഭജിച്ച് ചില രാജ്യങ്ങൾ നാറ്റോയിൽ പോയതിനെതിരെ പുടിൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുടിൻ നാറ്റോയ്ക്കെതിരെ പോലും ആക്രമണം നടത്തുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. അങ്ങനെ പതുക്കെ ട്രംപ് വീണ്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് അടുക്കുന്നു, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ ഒരു സമ്പർക്കം. അപ്പോൾ ട്രംപ് ഈ പറയുന്ന പുടിനെ ആദ്യം വിശ്വസിച്ചെങ്കിലും ട്രംപിൻ്റെതായ നിലപാടിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു യുദ്ധസമാനമായ സ്ഥിതി ഉണ്ടാകും. മിഡിൽ ഈസ്റ്റിലും സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏഷ്യയിലേക്കും ഇത് വരുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക ചൈനയ്ക്ക് മേലെ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി വരുമ്പോഴത്തേക്ക് നാളെ ചൈന, കാരണം ചൈനയെ തകർക്കാണല്ലോ അമേരിക്കയുടെ ലക്ഷ്യം. അതുകൊണ്ട് ചൈന എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അവർക്ക് ഇന്ത്യയുടെ ഒരു സംരക്ഷണം വേണം, അല്ലെ ഇന്ത്യയുടെ ഒരു കൂട്ട് വേണമെന്നുള്ളതുകൊണ്ട് നിരവധി പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇതിന്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് എന്നിട്ട് ആ ചൈനക്കാരെ നമുക്ക് കൂട്ടുകൂടാ, ഇന്ത്യയെ അടിക്കാന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും പ്രശ്നബാധിതമാണ്. അല്ല, ഇതിനിടയ്ക്ക് നമ്മൾ പിന്നെ വിസ്മരിക്കപ്പെട്ടു പോയൊരു വിഷയമുണ്ട്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഈ ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം ഉണ്ടെന്നോ അവിടെ യൂനിസ് ഉണ്ടെന്നുള്ള ഒരു വിവരം ആരും അറിയുന്നില്ല, ഇതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം അല്ലേ? ഇതൊരു കാരണം ബംഗാളിലൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇന്ത്യ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയ കക്ഷിയാണ് യൂനിസ്. മുർഷിദാബാദ് കലാപം ഉണ്ടായ സമയം.
പക്ഷേ ഈ പഹൽഗാമിലെ സംഗതി ബംഗ്ലാദേശിൽ എത്തിയിട്ടില്ലെന്നാണോ അതോ യൂനിസ് അറിഞ്ഞിട്ടില്ലെന്നാണോ നമ്മൾ കരുതേണ്ടെന്നുള്ള അവസ്ഥയിലാണ്, അതെ അല്ലേ? അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിന്റെ അപ്പുറമേ മ്യാൻമാറിലെ അവസ്ഥ, അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ. ഇപ്പം മ്യാൻമാറിൽ ഇപ്പം ഭൂകമ്പം ഉണ്ടായി, അവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുർക്കിയിൽ അടുത്ത ഏറ്റവും വലിയ ഒരു പിന്നെ അതിദാരുണമായ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ യുദ്ധാന്തരീക്ഷ വാർത്തയ്ക്കിടയിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകൾ മുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.